അല്ലാത്തത് നോട്ടായി പോയി. എങ്ങട്ടാ നിങ്ങൾ നോക്കിയത്? ഖബറിന്റെ മുകളിൽ കുബ്ബല്ല, നോക്കിയിട്ട് തന്നെ പറയണം. അങ്ങനെ ഒരു കുബ്ബുണ്ടാക്കിയപ്പോ അതിന്റെ അടിയിൽ റസൂലുള്ളാഹിന്റെ ഖബർ പെട്ടല്ലോ. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? കുബ്ബന്റെ അടിയിൽ ഖബറുണ്ട് എന്ന് ഉറപ്പാ. പിന്നെ സംശയമില്ല, ഖബറിന്റെ മുകളിൽ കുബ്ബുണ്ടോ എന്നുള്ളതിലാ ഡൗട്ട്. വല്ലാത്തൊരു ധൈര്യം മൗലവി. ഇക്കോലത്തിലാണെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ദിവസത്തിനൊന്നും നിങ്ങൾ കാത്തിക്കണ്ടല്ലോ പച്ചക്കുപ്പ പൊളിക്കാന്. ആ പോയ അന്ന് തന്നെ നടത്തല്ലോ പരിപാടി. സൗദി ഗവൺമെന്റ് ഭയങ്കര പേടി. എന്താ പേടി തരോ? ചില്ലറ പേടിയൊന്നല്ല. ഇവിടുത്തെ ഖുറാഫി മൂല്യമാർ അവിടെ പോയി ചാവുക. സൗദി ഗവൺമെന്റിന് പൊട്ടനാക്കരുത് തങ്ങളോട് പറയാനുള്ളത്. സൗദി ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു ചെറിയ ബാലപാഠം പോലും പഠിക്കാത്ത നിങ്ങൾ ഈ പൊട്ടത്തരമൊക്കെ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ആളുകളൊക്കെ കൊണ്ടുവരുമ്പോ ഇവിടെ പരിസരത്തൊക്കെ വരാൻ പോകുന്ന സാധനങ്ങളാണല്ലോ അതൊക്കെ. ഈ പൊട്ടന്മാരൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് വിവരക്കേട് പ്രസംഗിപ്പിച്ചിട്ട് എന്തിനൊരു നാട്ടിലുള്ള ഐക്യം തകർക്കണം? എന്തിനു ഒരു നാട്ടിലുള്ള ഒത്തൊരുമ നിങ്ങൾ വലിച്ചെറിയണം? എന്തിന് ഐക്യമുള്ള അന്തരീക്ഷത്തെ നിങ്ങൾ പറിച്ചു ചൂണ്ടണം? അതാണ് ഇവിടെ പറയാനുള്ളത്. മതം പറയാൻ കഴിവുള്ള പണ്ഡിതന്മാരായ നമ്മുടെ നേതാക്കൾ പറയും. അവര് പറയുന്ന വിഷയം നമ്മൾ ശ്രദ്ധയോടുകൂടെ കേട്ടു പഠിക്കുക. വിവരക്കേട് പറയുന്ന, വൈരുദ്ധ്യങ്ങൾ മാത്രം വിസർജിക്കുന്ന ഈ വിഭാഗത്തെ മാറ്റിവെക്കുക. ഇതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇതൊക്കെ പറയാനാണോ 1921